എന്താണ് മുമ്പാരി, എന്താണ് പരിപാടി? ഞാനൊരു ഹൈവേയിലാണ്. ഞാൻ ഇത്ര രാവിലെ പണിക്ക് പോവാറില്ലേ? ദീർഘന്മാരൊക്കെ പോണ നോക്കി. ഇത്ര രാവിലെ ഞാൻ പണിക്ക് പോവാറില്ലേ? എന്ത് തിരക്കാണ് രാവിലെ. ചേച്ചാ പൊന്നോ, എനിക്ക് ഈ ലൈനിന്നില്ലേ, ഈ ബൈക്കാര് പോണ ലൈനിലേക്ക് ഇറങ്ങാൻ പറ്റില്ല. ഇതെന്താ ആൾക്കാർ വന്ന് നോക്കി റോക്കറ്റ് ഇട്ടല്ലേ ഇറങ്ങിക്കാൻ അപ്പൊ പോയത്. ഇപ്പൊ ഒരു ഗ്യാപ്പ് കിട്ടിയത്, പക്ഷേ ഷോ പോയി. ഞാൻ പറയാൻ വേണ്ടി വന്നത്, സിംഗപ്പൂർ ഉണ്ടല്ലോ, ഈ പുറത്തുനിന്ന് വന്ന ആൾക്കാരില്ലേ, അതായത് പണിക്ക് വേണ്ടി ഇതേപോലത്തെ വണ്ടികളിൽ കൊണ്ടുപോകണം. അതായത് ഇതേപോലത്തെ ബാക്കിൽ ഓപ്പൺ ആയ ട്രക്കിലാണ് ഈ ആൾക്കാർ പണിക്ക് കൊണ്ടുപോകണ. അത് ഭയങ്കര ഒരു സേഫ്റ്റി കുറവായിട്ട് എനിക്ക് തോന്നി കേട്ടോ. കാരണം അവർക്ക് മര്യാദക്കുള്ള ഒരു പ്രോപ്പർ ട്രാൻസ്പോർട്ടേഷൻ പോലും ആ കമ്പനിക്കാർ റെഡിയാക്കാൻ ഇഷ്ടം പോലെ കാണണ്ട. ഞാൻ കാണിച്ചത് ഇപ്പൊ ഞാൻ ഈ ലൈനിൽ കയറി ഇവരിയ്ക്കണണ്ട, ഇതിന്റെ പുറകിലുള്ള വണ്ടിയിൽ ഇരിക്കുന്നുണ്ട് ആൾക്കാർ. പിന്നെ അതെ ഇതേപോലത്തെ വണ്ടിയുടെ ബാക്കിൽ എല്ലാത്തിലും ഇതേപോലത്തെ വണ്ടിയൊക്കെ ഉണ്ട്. അപ്പുറത്തെ വണ്ടിയുണ്ട്, അതൊക്കെ ആൾക്കാരെ കൊണ്ടുപോകാനുള്ള വണ്ടി. അത് ഇതൊക്കെ കണ്ട ആൾക്കാരെ കൊണ്ടുപോകാനുള്ള വണ്ടി ഓപ്പൺ ആയിട്ട് ഈ വണ്ടിയൊക്കെ ഉണ്ട്. അതായത് ചൈനക്കാര്, ഇന്ത്യക്കാര്, പിന്നെ ഇവിടെ സൗത്ത് ഈസ്റ്റ് ഏഷ്യയില് അടുത്തുള്ള എല്ലാ അത്ര പണക്കാരല്ലാത്ത കൺട്രികളിലെ ആൾക്കാര്, അങ്ങനെ ഇതൊക്കെ എല്ലാം അവരെ കൊണ്ടുള്ള വണ്ടിയുണ്ട്. അവർക്ക് മര്യാദക്ക് ട്രാൻസ്പോർട്ടേഷൻ പോലും ഇവര് സെറ്റാക്കി കൊടുക്കണില്ല എന്നുള്ളതാണ് സത്യം. ഒട്ടും സേഫ്റ്റി ഇല്ലാണ്ട് വെറുതെ നമ്മുടെ നാട്ടിലൊക്കെ പശുക്കളെ കൊണ്ടുപോകണ പോലെയാണ് ഇവർ കൊണ്ടുപോകണം. കാണുമ്പോൾ ഭയങ്കര സങ്കടമുണ്ട്. സങ്കടം എന്നല്ല ഞാൻ പറഞ്ഞത്, അവർക്ക് സേഫ്റ്റി ഉണ്ടാകാം, പക്ഷെ കമ്പനികൾ ഇത് അറേഞ്ച് ചെയ്യണ്ടേ. അവർക്ക് ഭയങ്കര ഒരു സങ്കടമുള്ളൊരു കാര്യമാണ് സത്യം പറഞ്ഞത്. പിന്നെ ഇപ്പൊ വേറെ യൂറോപ്യൻ രാജ്യങ്ങളിലൊക്കെ ആൾക്കാർ പണിക്ക് പോയിക്കാൻ അവര ഒരു മനുഷ്യരായിട്ട് തന്നെയല്ലേ കരുതണം. അതായത് അവിടുത്തെ ഒരു എല്ലാ ആനുകൂല്യങ്ങളും കിട്ടുന്ന ഒരാളായിട്ടല്ലേ കരുതണം. പക്ഷെ ഇവിടെ ഒരാൾ പണിക്ക് പോകുന്നവരുണ്ടല്ലോ, ഇവിടെ പുറത്തുനിന്ന് ഒരാള് ഇതേപോലത്തെ കണ്ട ആൾക്കാരെ കണ്ട ഇതേപോലത്തെ ആൾക്കാർ പണിക്ക് പോകുന്നുണ്ടല്ലോ, ഇവരെ മൈഗ്രന്റ് വർക്കേഴ്സ് എന്ന് മാത്രമേ സംസാരിക്കുള്ളൂ. അതായത് നിങ്ങൾക്ക് പറഞ്ഞതിനെ എന്താ റിലേറ്റ് ചെയ്യാൻ പറ്റണമെന്ന് എനിക്കറിയാൻ പറ്റില്ല. പക്ഷെ ഇവിടെയുള്ള ആൾക്കാർക്ക് അറിയാം, ഏത് ന്യൂസിൽ വന്നാലും ഏത് എക്സ്പോഷർ ഇവർക്ക് കിട്ടിയാലും ഇവരെ മൈഗ്രന്റ് വർക്കർ എന്നാണ് വിളിക്കുന്നത്. ആലോചിച്ച് നോക്കി. അതായത് ഒരു ചെറിയ മനുഷ്യത്വപരമായ കൺസിഡറേഷൻ ഒന്നുമില്ല. അവര് പണിക്ക് വേണ്ടി വരുന്നു, പണിയെടുത്ത് പോകുന്നു, അവർക്കൊരു ഫാമിലിയോ അവരുടെ ലൈഫ് എന്താണെന്നാ, അങ്ങനത്തെ കൺസിഡറേഷനൊക്കെ ഒന്നുമില്ല. അത് ഭയങ്കര ഒരു കേൾക്കാനും കാണാനും സങ്കടകരമായ ഒരു കാര്യമാണ്. അതൊക്കെ ഇത്ര നാളായിട്ടും ഇവിടെയൊന്നും മാറ്റിയിട്ടില്ലെന്ന് പറയുമ്പോഴേക്കും അയ്യോ ഭയങ്കര മോശമുണ്ടത്. അപ്പം അത്രേ ഉള്ളൂ, ഞാനത് കണ്ടപ്പോൾ പറഞ്ഞെന്നുള്ളൂ. എല്ലാ ദിവസവും കാണാം. ഇന്ന് ഒടുക്കത്തെ തിരക്ക് ഹൈവേ. ഞാൻ ഈ സമയത്ത് ഇറങ്ങാത്ത കാരണം എനിക്ക് അറിയാൻ പറ്റാത്തതുകൊണ്ട്. അപ്പോൾ ഓക്കെ, വേറൊരു വീഡിയോയിൽ കാണാം.